ഹായ് ഫ്രണ്ട്സ്, ഏവർക്കും നമസ്കാരം. രമ സ്പിരിച്വൽ വേൾഡിലേക്ക് വീണ്ടും സ്വാഗതം. ഗുഡ് മോർണിംഗ് മെസ്സേജാണ്. എല്ലാവർക്കും നല്ലൊരു സുപ്രഭാതം ആശംസിക്കുന്നു. എല്ലാവരും ആഗ്രഹിക്കുന്ന കാര്യങ്ങളൊക്കെ സാധിച്ചു കിട്ടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ആദ്യമായി നിങ്ങൾ എനിക്ക് തന്നിട്ടുള്ള സപ്പോർട്ടിന് ഒരുപാട് നന്ദി. താങ്ക് യു സോ മച്ച്. എല്ലാവരോടും ഒരുപാട് നന്ദി, ഒരുപാട് സ്നേഹം. അപ്പോൾ ഇതൊരു ജനറൽ വീഡിയോ ആണ്. ജനറൽലെസ് ആണ്, ടൈംലെസ് ആണ്. നിങ്ങളിത് എപ്പോൾ കാണാൻ തുടങ്ങുന്നു അപ്പോൾ മുതൽ നിങ്ങൾക്കിത് വാലിഡ് ആവുന്നതാണ്. നിങ്ങളുടെ സിറ്റുവേഷൻ അനുസരിച്ച് മാറ്റാവുന്ന കാര്യങ്ങൾ മാത്രം എടുക്കുക, അല്ലാത്തത് വിട്ടേക്കുക. നമുക്ക് നോക്കാം ഇന്നത്തെ സന്തോഷങ്ങൾ എന്തെല്ലാമാണ് എന്ന്. പേഴ്സണലായിട്ട് റീഡിംഗ് ആവശ്യമുള്ളവർക്ക് നമ്പർ കൊടുത്തിട്ടുണ്ട്. വാട്സാപ്പ് വഴി മെസ്സേജ് അയച്ച് കോൺടാക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ദ എംപറർ ആണ് ഫസ്റ്റ് വന്നിരിക്കുന്നത്. എംപറർ എന്ന് പറയുമ്പോൾ അറിയാമല്ലോ, ഇവിടെ സ്റ്റെബിലിറ്റിയാണ് വന്നിരിക്കുന്നത്. ഈ ഒരു സ്റ്റെബിലിറ്റി എന്ന് പറയുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിന് ഇപ്പോൾ അത്യാവശ്യമായിട്ട് നിങ്ങൾ ആഗ്രഹിക്കുന്ന ഒരു കാര്യമാണെന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്ന സ്റ്റെബിലിറ്റി നിങ്ങളിലേക്ക് വരാൻ സമയമായിരിക്കുന്നു എന്നാണ് കാണുന്നത്. അപ്പോൾ ചിലപ്പോൾ ടെസ്റ്റുകളൊക്കെ എഴുതിയിട്ട് നോക്കിയിരിക്കുന്നവർക്ക് ജോലി ലഭിക്കാൻ, പ്രത്യേകിച്ചും ഗവൺമെന്റ് ജോബൊക്കെ ലഭിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ടുള്ളവർക്ക്, അതിനായിട്ട് പാടുപെട്ടിട്ട് നോക്കിയിരിക്കുന്നവർക്ക് അത് കിട്ടാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ നല്ലൊരു ലൈഫിലേക്ക് പോകാൻ, സ്റ്റേബിളായിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതുവരെ ഒരു അലങ്കോലപ്പെട്ട ഒരു ലൈഫായിരുന്നിരിക്കാം നിങ്ങളുടേത്. അപ്പോൾ ഇവിടെ ഇനിയിപ്പോൾ കുറച്ചുകൂടി ഒന്ന് അതിനൊരു അടുക്കും ചിട്ടയും വരുന്നു എന്നുള്ളതാണ് കാണുന്നത്. കൃത്യനിഷ്ഠയോടുകൂടി പല കാര്യങ്ങൾക്കും മുന്നോട്ടിറങ്ങാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുന്നു. പല കാര്യങ്ങളിലും നിങ്ങൾക്ക് ഇടപെടാൻ സാധിക്കുന്നു. പല കാര്യങ്ങളെക്കുറിച്ച് പറയാനും അതിനെക്കുറിച്ച് അറിയാനുമുള്ള ആഗ്രഹം ഉണ്ടാകുന്നു. അങ്ങനെ മുന്നോട്ട് സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു ലൈഫിലേക്ക് പോകാനുള്ള സാധ്യതയാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇവിടെ 2 ഓഫ് കപ്സിന്റെ എനർജിയാണ്. ഇവിടെ പാർട്ട്ണർഷിപ്പ് ചേർന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് തീർച്ചയായിട്ടും ഈ ഒരു സമയത്ത് അത് സാധിക്കുന്നതാണ്. കോംപ്രമൈസ് ചെയ്ത് എന്തൊരു ജോലിയിലായാലും, ചിലപ്പോൾ റിലേഷൻഷിപ്പിന്റെ കാര്യത്തിലായാലും, അപ്പോൾ തീർച്ചയായിട്ടും ഇനിയെങ്കിലും ഇതുവരെ അതൊരു ഇംബാലൻസ്ഡ് ആയിരിക്കാം നിങ്ങളുടെ ലൈഫ്. അപ്പൊ ഇനി ഒരു ബാലൻസിലേക്ക് അതിനെ കൊണ്ടുവരണം എന്ന് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് ഇവിടെ സാധിക്കുന്ന എനർജിയാണ് കാണുന്നത്. കാരണം തീർച്ചയായിട്ടും ഇവിടെ ലവ് ആണ് പ്രധാനമായിട്ടും, ലവ് റിലേഷൻഷിപ്പ്. അതുപോലെ തന്നെ കപ്പിൾസിനിടയിലായാലും എങ്ങനെയായാലും ഇവിടെ, അതുപോലെ തന്നെ നിങ്ങളുടെ ജോലി സ്ഥലത്തായാലും നിങ്ങളുടെ കമ്പനി കാര്യങ്ങളിലായാലും നിങ്ങൾക്കൊരു പാർട്ട്ണർ ആവശ്യമാണ്. നല്ലൊരു പാർട്ട്ണർ കൂടി ഉണ്ടെങ്കിൽ നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി കുറച്ചുകൂടി മെച്ചപ്പെടുമെന്നൊക്കെ നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നല്ലൊരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. അവരുമായിട്ട് കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. അതുപോലെ നിങ്ങളുടെ ജീവിതത്തിലായാലും റിലേഷൻഷിപ്പിലെ കാര്യങ്ങളായാലും ശരി, ഇവിടെ നിങ്ങളിൽ നിന്നും അകന്നു പോയിട്ടുണ്ടോ നിങ്ങളുടെ ഒരു പാർട്ട്ണർ, അവർ നിങ്ങളിലേക്ക് എത്തിച്ചേർന്ന് ഒന്നുകൂടി കോംപ്രമൈസ് ചെയ്ത് ഒന്നുകൂടി കാര്യങ്ങൾ പറഞ്ഞ് വ്യക്തമായിട്ട് തന്നെയും വളരെ സത്യസന്ധമായ രീതിയിൽ മുന്നോട്ട് പോകുന്നതായിട്ടാണ് കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്നത് 10 ഓഫ് കപ്സിന്റെ എനർജിയാണ്. നിറഞ്ഞ സ്നേഹം കണ്ടില്ലേ. ഇവിടെ കോംപ്രമൈസ് ചെയ്ത് മുന്നോട്ട് പോകുമ്പോഴേ തന്നെ നിറഞ്ഞ സ്നേഹത്തോടു കൂടി മുന്നോട്ട് പോകാനുള്ള ഒരു എനർജിയാണ് വന്നിരിക്കുന്നത്. മുന്നോട്ട് പോകാൻ സാധിക്കും. കാരണം തീർച്ചയായിട്ടും ഇവിടെ നിറഞ്ഞ സ്നേഹമാണ്. കപ്പാണ്, കപ്പിന്റെ എനർജിയാണ്. കപ്പ് വാട്ടർ സൈൻ, ക്യാൻസർ, സ്കോർപ്പിയോ, പൈസസ് എനർജി. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജി വന്നിരിക്കുന്നത് തന്നെ നിറഞ്ഞ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. അത് ഇവിടെ അതുപോലെ ഈ പാർട്ട്ണർ തിരികെ വന്നിരിക്കുന്ന, നിങ്ങളിൽ നിന്നും അകന്നുപോയ പാർട്ട്ണർ തിരികെ വന്നിരിക്കുന്നത് എന്താണ്? നിറഞ്ഞ സ്നേഹത്തിന് വേണ്ടിയിട്ടാണ്. മനസ്സിലായി. അത് ലഭിക്കുന്നില്ല എന്നുള്ള ചെറിയ ചില പരാതികളോടുകൂടി ആയിരിക്കണം ഇവിടെ നിന്ന് പിരിഞ്ഞു പോയിട്ടുള്ളത്. പക്ഷെ ഇനിയും തിരിച്ചു വരുമ്പോഴെന്താണ്, അത് കൂടുതലായിട്ട് വേണം എന്നുള്ള ആഗ്രഹത്തോടു കൂടി തന്നെയാണ്. അപ്പൊ അതുപോലെ തന്നെയാണ് നിങ്ങളുടെ ബിസിനസ് സംബന്ധപരമായ കാര്യം, മറ്റേതൊരു കാര്യത്തിനായാലും ഈ ഒരു പാർട്ട്ണർ നിങ്ങളിലേക്ക് വന്നു ചേർന്നത് നിങ്ങളോടുള്ള സ്നേഹം, നിങ്ങളുടെ സ്നേഹം വേണം എന്ന് ആഗ്രഹിച്ചുകൊണ്ട് മാത്രമാണ്. അപ്പൊ അതാണ് ഇവിടെ നിറഞ്ഞ സ്നേഹമാണ് പ്രതീക്ഷിക്കുന്നത്. അല്ല എങ്കിൽ നിങ്ങളിപ്പോൾ അത് പ്രതീക്ഷിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്കും ലഭിക്കുന്നുണ്ട്, നിങ്ങൾക്കത് കൊടുക്കാനും സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. കുടുംബസഹിതം നല്ലൊരു എനർജിയിലേക്ക്, നല്ലൊരു സൗഹൃദത്തിലേക്ക് പോകുന്ന, നല്ലൊരു സന്തോഷകരമായ ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്.
ഇവിടെ 10 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ 1 ഒരു തുടക്കത്തിനുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. തുടക്കമാണ്, എവിടെയും തുടക്കമാണ്. കോംപ്രമൈസ് ചെയ്ത് പോകുന്ന ഈ ഒരു ലൈഫും തുടക്കമാണ്. ഇവിടെ അതുപോലെ തന്നെ തുടക്കമാണ്. ഈ ഒരു സന്തോഷത്തിലേക്ക്, നിറഞ്ഞ സന്തോഷത്തിലേക്കും സ്നേഹത്തിലേക്കും പോകുന്ന ഈ എനർജി തുടക്കം തന്നെയാണ് എന്ന് കാണുന്നുണ്ട്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് ഫുൾ കാർഡാണ്. പുതിയ തുടക്കം കണ്ടില്ലേ? ഇവിടെ അത് തന്നെ പുതിയ തുടക്കമാണ്. 0 ആണ് വന്നിരിക്കുന്നത്. ഇവിടെ പുതിയ തുടക്കം. ഇവിടെ പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ എന്താണ്? എല്ലാം ഉപേക്ഷിച്ച് ആത്മീയപരമായ ജീവിതത്തിലേക്ക് പോകുന്നു എന്നുള്ളതാണ്. ഈ ആത്മീയപരമായ ജീവിതം എന്ന് പറയുമ്പോൾ ഭൗതികതയെ വെടിഞ്ഞു എല്ലാം ഉപേക്ഷിച്ചു എന്നുള്ള ഒരു അർത്ഥമല്ല. പക്ഷെ ഇവിടെ എന്തോ പെട്ടെന്നൊരു ദൈവാനുഗ്രഹം ഉണ്ടായിട്ട് ഡിവൈനിലേക്ക് സകലതും സമർപ്പിച്ചിട്ടുള്ള ഒരു യാത്രയിലാണ് എന്നാണ് കാണുന്നത്. അങ്ങനെ നിങ്ങളായാലും നിങ്ങൾക്കൊരു പുതിയ തുടക്കം വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങളിവിടെ വിചാരിക്കുന്നത് ഒരു ആത്മീയപരമായ എനർജിയിലേക്ക് നീങ്ങാൻ വേണ്ടിയാണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിക്കുന്നത്. നിങ്ങളും അങ്ങനെ ഒരു പുതിയ തുടക്കത്തിന് വേണ്ടി ഇവിടെ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ്. ഇവിടെ ഈ നിറഞ്ഞ സന്തോഷം എല്ലാം ഈ ഒരു ഇവിടെ സോൾ കണക്ഷൻ ആണ് ഈ ഒരു 2 ഓഫ് കപ്സിന്റെ എനർജി. അപ്പൊ ഇവിടെ വരുമ്പോൾ തന്നെ എന്താണ്? ഇതൊരു ആത്മീയതയാണ്, ആത്മാവിനോടുള്ള ബന്ധമാണ്, കണക്ഷനാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഇവിടെ അതുപോലെയാണ് നിറഞ്ഞ സന്തോഷവും സ്നേഹവും വരുന്നതെല്ലാം എന്താണ്? ആത്മാവിനെ അറിയുന്ന ബന്ധമാണ്. അപ്പൊ ഇവിടെ വന്നിരിക്കുന്ന എന്താണ്? ഫുൾ കാർഡ്, പുതിയ തുടക്കം. പുതിയ തുടക്കം വരുന്നത് എങ്ങനെയാണ്? ഇവിടെ ആത്മാവിലേക്കുള്ള യാത്രയാണ്. അതുപോലെ തന്നെ ആത്മാവിനെ അറിയാനുള്ള യാത്ര, ആത്മീയപരമായ യാത്ര എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിലെല്ലാം യൂണിവേഴ്സിന് സമർപ്പിക്കുന്നു, യൂണിവേഴ്സിനെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ ഇനി എന്ത് വരും എന്ന് ചിന്തിക്കുന്നില്ല, എന്തൊക്കെ നഷ്ടപ്പെടുന്നു, എന്തൊക്കെ എൻ്റെ കയ്യിൽ ഇല്ല എന്നൊന്നും ചിന്തിക്കുന്നില്ല. ഒന്നുമില്ലാതെ ദൈവികമായ ആ സ്നേഹം നിറച്ചുകൊണ്ട് മാത്രം ഇവിടെ യാത്രയാകുന്നു എന്നുള്ളതാണ്. അതുപോലെ നിങ്ങളും അത്തരത്തിലൊരു യാത്ര ഇവിടെ തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. നമുക്ക് നോക്കാം. അടുത്തായിട്ട് മൂൺ കാർഡാണ് വന്നിരിക്കുന്നത്. ഇവിടെ അങ്ങനെയൊക്കെ പോകുമ്പോൾ ചിലപ്പോഴൊക്കെ ഇടയ്ക്ക് നിങ്ങൾക്ക് അങ്ങനെ ആത്മീയപരമായ യാത്രയിലൂടെ പോകുമ്പോൾ പേടിയൊന്നും അനുഭവിക്കേണ്ട കാര്യമില്ല. അല്ലാതെ തന്നെയും ചിലപ്പോൾ നിങ്ങളിൽ ആർക്കെങ്കിലുമൊക്കെ ആൻസൈറ്റിയും ഫിയറും ഒക്കെ ഉണ്ടായിട്ടുണ്ടാവാം. അവിടെ ഏകാന്തതയിൽ ചിലപ്പോൾ മാനത്ത് ചന്ദ്രൻ ഇങ്ങനെ നിൽക്കുമ്പോൾ ചന്ദ്രനെ കാണുമ്പോൾ പേടി, അതെന്താണെന്ന് മനസ്സിലാകാതെ തന്നിലേക്ക് എന്തോ വലിയ ആപത്ത് വരുന്നത് പോലെയുള്ള തോന്നൽ, അങ്ങനെയൊക്കെ ചിലപ്പോൾ ഉണ്ടാവാം. ഇനി അതുമല്ല എങ്കിൽ ആൾക്കാർ എന്ത് പറയുമെന്ന് നിങ്ങൾക്ക്, ഇവിടെ ഈ ജീവികളുടെ കാര്യമാണ് പറഞ്ഞിരിക്കുന്നത്. ഇനി എന്താണ് വരാൻ പോകുന്നത് എന്ന് ആലോചിച്ചിട്ട് തന്നെയും തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഒരു ഭയം ഉള്ളിലുണ്ടാവാം, അല്ലെങ്കിൽ ഉണ്ടായിരിക്കാം. അതിനെ നിങ്ങൾ മറികടന്ന് മുന്നോട്ട് വരണം. തീർച്ചയായിട്ടും ഇതിനെ മറികടന്ന് മുന്നോട്ട് പോകണമെന്ന് ആഗ്രഹിക്കുന്ന ചില വ്യക്തികളുണ്ട്. ഈ പേടിയെയും ഭയത്തെയും ആൻസൈറ്റിയെയും ആകാംക്ഷയെയും. അപ്പൊ ഇത് ജീവിതത്തിൽ എല്ലായ്പ്പോഴും വന്നുകൊണ്ടിരിക്കുന്നതാണ്, ഈ പേടി, ആകാംക്ഷ, ഭയം എന്നൊക്കെ പറയുന്ന കാര്യങ്ങൾ. അപ്പോൾ അങ്ങനെ വരുമ്പോൾ തീർച്ചയായിട്ടും നിങ്ങൾക്ക് പിന്നീട് ഒരു ചേഞ്ചാണ് ഉണ്ടാകുന്നത്. ഇവിടെ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മൂണൊരു പൂർണ്ണമായ രൂപത്തിൽ, ഇവിടെ പൂർണ്ണരൂപമില്ല മൂണിന്. അപ്പൊ ഇതൊരു പൂർണ്ണമായ രൂപത്തിൽ എത്തുമ്പോഴേക്ക്, ഫുൾ മൂൺ ആവുമ്പോഴത്തേക്കും നിങ്ങളുടെ ഈ ഒരു ഭയം എല്ലാം നിങ്ങളെ വിട്ടകന്നു പോകും എന്നാണ് കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങൾ കുറച്ച് ദിവസം കൂടി അനുഭവിക്കേണ്ടതായ എനർജിയാണ് വന്നിരിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ ഇന്ന് പല കാര്യങ്ങളിലും ഒരു പേടിയോ വല്ലതും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾക്കത് ഉടനെ അത് കുറയണമെന്നില്ല. കാരണം നിങ്ങൾ ആ വികാരത്തെ കൂടുതലായിട്ട് എടുത്തിട്ട് അമ്മാനമാടിക്കൊണ്ട് ഇങ്ങനെ ഇരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ ചിന്തിച്ച് വഷളാക്കിക്കൊണ്ടിരിക്കും കാര്യങ്ങൾ, അല്ലേ? അപ്പോൾ എന്ന് പറയുമ്പോൾ നാളെ എന്താണ്? അങ്ങനെ തന്നെ ചിന്തിക്കും. മറ്റന്നാളാവുമ്പോൾ 2 ദിവസം കഴിയുമ്പോൾ അത് കുറച്ച് കുറഞ്ഞു വരും, അല്ലെ? അങ്ങനെ 3-4-5 ദിവസങ്ങളൊക്കെ ആവുമ്പോൾ തീർച്ചയായിട്ടും ഒരുപാട് വ്യത്യാസം നിങ്ങൾക്ക് വരും. അങ്ങനെയാണ് ഈ ഒരു ചേഞ്ച് നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിക്കുന്നത്. ഒരുപാട് ഭയത്തിൽ നിന്ന് നിങ്ങൾ കുറേശ്ശെ വിട്ടുമാറി ഒരു നല്ല ഒരു അവസ്ഥയിലേക്ക് നിങ്ങൾ വരുന്നുണ്ട്. ഒരു പൂർണ്ണമായ ഒരു രൂപത്തിലേക്ക്, നിങ്ങൾക്ക് അത് ഒട്ടും ഇല്ലാതാവുന്ന അവസ്ഥയിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അടുത്തായിട്ട് വന്നിരിക്കുന്നത് എന്താണ്? ഇത് മജീഷ്യനാണ്. മജീഷ്യന്റെ എനർജിയിൽ എല്ലാ വിധത്തിലുള്ള കഴിവുകളും ഉണ്ട്. കണ്ടില്ലേ? ഇവിടെ മറ്റുള്ളവരെ പിടിച്ചിരുത്താനുള്ള ഒരു കഴിവുണ്ട്.
നിങ്ങളുടെ കഴിവിന് മുൻപിൽ നിങ്ങൾ ഒരുപാട് കഴിവുകളുള്ള വ്യക്തികളാണ്. അത് ജെനുവിനായിട്ട് തന്നെ നിങ്ങൾക്ക് ഈ കഴിവുകളൊക്കെ ഉണ്ട്. നിങ്ങൾ അതിനെ കുറച്ചുകൂടി മെയിൻറ്റെയിൻ ചെയ്ത്, അല്ല എങ്കിൽ കുറച്ചുകൂടി എഫേർട്ട് എടുത്ത് അതിനെ കുറച്ചുകൂടി വളർത്തിയെടുത്തുകൊണ്ട് വലിയ വിപുലമായ രീതിയിൽ നിങ്ങൾ അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്തുകൊണ്ട് തന്നെ അതിനെ തിളക്കിയെടുത്ത്, ഉള്ള കഴിവുകളെ ഒന്നുകൂടി തിളക്കിയെടുത്ത് നിങ്ങൾ മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നവരാണെന്നാണ് ഇവിടെ കാണുന്നത്. അതുപോലെ തന്നെ എന്തെങ്കിലും നിങ്ങൾ മാനിഫെസ്റ്റേഷൻ വർക്കൊക്കെ നടത്തുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അത് നിങ്ങൾക്ക് സഫലമാകുന്ന എനർജിയും ഇവിടെയുണ്ട്. എന്തായാലും നിങ്ങൾക്ക് ഇവിടെ ഒരു പുതിയ തുടക്കത്തിനുള്ള കാര്യങ്ങളാണ് വന്നിരിക്കുന്നത്. ഈ ഒരു പുതിയ തുടക്കം എന്ന് പറയുമ്പോൾ എല്ലാവിധത്തിലുള്ള ദൈവാനുഗ്രഹത്തോടും കൂടി ഫുൾ കാർഡിന്റെ പിന്നാലെ വരുന്നതാണ് മജീഷ്യൻ. മനസ്സിലായി? അപ്പോൾ അതിൻ്റെ തന്നെ ഒരു എനർജി ഇവിടെയുണ്ട്. ഇവിടെ ഒരുപാട് കാര്യങ്ങൾ സാധ്യമാകുന്നത്, പുതിയതായിട്ടുള്ള ജോലി കണ്ടുപിടിക്കുന്നത്, ഇവിടെ ജോലി ഒന്നുമില്ലാതെ പെട്ടെന്ന് ഒരു ദിവസം ഇറങ്ങി പുറപ്പെടുകയാണ് പുതിയ മാറ്റത്തിനായിട്ട്. പക്ഷെ കുറെ കഴിയുമ്പോഴല്ലേ മനസ്സിലാകുന്നതൊന്നും ഇല്ലാതെ കഴിയാൻ പറ്റില്ല എന്ന്. അപ്പൊ അങ്ങനെയാണ് ഇവിടെ മജിഷ്യന്റെ എനർജി പറയുന്നത്. എന്താണ്? ഉള്ളത് കണ്ടെത്തുക, ഉള്ളിലുള്ള കഴിവുകളെ പ്രയോഗിക്കുക. അങ്ങനെ മുന്നോട്ട് വരുമ്പോഴാണ് തീർച്ചയായിട്ടും നിങ്ങൾക്ക് പ്രശസ്തി ഉണ്ടാവുന്നത്. അതുമല്ല എങ്കിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നേടിയെടുക്കാൻ സാധിക്കുന്നത്. ഇവിടെ നിങ്ങളിലേക്ക് ദൈവാനുഗ്രഹം വന്നു ചേരുന്നതായിട്ടാണ് കാണുന്നത്. അതുപോലെ ഒരു പുതിയ തുടക്കം ജീവിതത്തിൽ വരുന്നതായിട്ടും കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് വീൽ ഓഫ് ഫോർച്യൂൺ ആണ്. മാറ്റം വരുന്നുണ്ട്, കണ്ടില്ലേ? അപ്പൊ ഈ ഒരു എനർജിയിൽ നിന്നും, മജീഷ്യന്റെ എനർജിയിൽ നിന്നും വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും ഇവിടെ പാടുപെടുന്നു. ഇവിടെ ഹാർഡ് വർക്ക് ചെയ്ത് ഒരുപാട് കാര്യങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുമ്പോൾ എന്താണ്? ഇവിടെ സമയം നല്ലതാകുന്നുണ്ട്. ഭാഗ്യത്തിൻ്റെതായ സമയം നിങ്ങളിലേക്ക് വരുന്നുണ്ട്. വരുമ്പോഴാണ് നിങ്ങൾക്ക് ആഗ്രഹ സഫലീകരണം വരുന്നത്. അപ്പോൾ ഇതുവരെയുള്ള സമയത്തിൽ നിങ്ങൾക്ക് എന്താണ് ഒന്നും ലഭിച്ചില്ല എന്നൊക്കെ പറഞ്ഞ് വളരെയധികം വിഷമിച്ചിട്ടുണ്ടാവാം. അപ്പോൾ ഈ ഒരു സമയത്ത് ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല സമയമാണെങ്കിൽ നിങ്ങളുടെ ഭാഗ്യചക്രം തിരിഞ്ഞ് കറങ്ങുന്നതാണ്. മുന്നോട്ട് തന്നെ നിങ്ങൾക്ക് അനുകൂലമായിട്ട് തന്നെ ഇത് കറങ്ങിക്കൊണ്ടിരിക്കും. അങ്ങനെയാണ് നിങ്ങളുടെ കാര്യങ്ങൾ സാധ്യമാക്കിയെടുക്കാൻ കഴിയുന്നത്. ഇവിടെയാണ് നിങ്ങൾ കൂടുതലായിട്ട് സന്തോഷത്തിലേക്ക് വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഏതൊരു എനർജിയും ഇപ്പോൾ നിങ്ങൾക്ക് സാധ്യമാകുന്നതാണ്. ഏത് കാര്യങ്ങളും നിങ്ങൾക്ക് സമയം വളരെയധികം അനുകൂലമാണ് എന്നാണ് ഇവിടെ കാണുന്നത്. ഇവിടെ വന്നിരിക്കുന്ന കിങ് ഓഫ് കോയിൻസ്. ഏത് കാര്യത്തിലും നിങ്ങൾക്ക് സമയം അനുകൂലമാണെന്ന് നമ്മൾ പറഞ്ഞതേ ഉള്ളൂ. മജീഷ്യന്റെ എനർജിയിൽ പറഞ്ഞു, അതുപോലെ ഫുൾ കാർഡ് വന്നപ്പോഴും പറഞ്ഞു. എന്താണ് കിങ് ഓഫ് കോയിൻസ്? കിങ് ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയിലേക്ക് നിങ്ങൾ നീങ്ങുകയാണ് ചെയ്യുന്നത്. കാരണം സാമ്പത്തികം നിങ്ങളിലേക്ക് വരുന്നത് നിങ്ങൾ ഒരുപാട് പേരും ആഗ്രഹിച്ചിരുന്നത് ഈ ഒരു എനർജിക്ക് വേണ്ടി ആയിരിക്കണം, അല്ലെങ്കിൽ ഇതിനു വേണ്ടി ആയിരിക്കണം. മജീഷ്യൻ പാടുപെടുന്നത് എന്തിനാണ്? സാമ്പത്തികം നേടാൻ വേണ്ടിയാണ് കൂടുതൽ. സാമ്പത്തികം നേടുമ്പോൾ ആണ് അതിനോടൊപ്പം തന്നെയാണ് പ്രശസ്തിയും പദവിയും ഒക്കെ വരുന്നത്. അത് മറ്റുള്ളവർ നിങ്ങൾക്ക് തരുന്നതാണ്, അല്ലെ? അപ്പോൾ അങ്ങനെ നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ, അങ്ങനെ പലതരത്തിലുള്ള പ്രശസ്തിയും ഒക്കെ നേടിയിട്ട് നിങ്ങൾ മുന്നോട്ട് വരുമ്പോൾ നിങ്ങളിലേക്ക് സാമ്പത്തികം തീർച്ചയായിട്ടും വന്നു ചേരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഉള്ളിലുള്ള കഴിവുകളെ നമ്മൾ കളയാതെ, അതിനെ നമ്മൾ ഉപേക്ഷിക്കാതെ കുറച്ചുകൂടി മുന്നോട്ട് മിനുക്കിയെടുത്ത് മുന്നോട്ട് കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. അതിനായിട്ട് ഹാർഡ് വർക്ക് ചെയ്ത് അതിൽ കൂടുതൽ കാര്യങ്ങൾ കണ്ടെത്തുകയാണ് ചെയ്യുന്നത്. കൂടുതൽ അവസരങ്ങൾ അതിൽ നിന്നും ഉണ്ടാക്കിയെടുക്കുകയാണ്. ഉള്ള കഴിവിൽ നിന്നും കൂടുതൽ അവസരങ്ങൾ ഉണ്ടാക്കിയെടുത്തിട്ട് മുന്നോട്ട് സാമ്പത്തികമായിട്ട് കൂടുതലായിട്ട് വർധനവ് വരുത്തുന്ന എനർജിയാണ് ഇവിടെ കാണുന്നത്. അപ്പൊ ഇവിടെ ഒരു കിങ് ആവാനുള്ള സകല വിധത്തിലുള്ള കാര്യങ്ങളും നിങ്ങളിലുണ്ട് എന്നുള്ളതാണ് കാണുന്നത്. അപ്പൊ അത്തരത്തിലുള്ള ഒരു വഴിയെ നിങ്ങൾ വരുന്നു എന്നുള്ളതും ഇവിടെ കാണുന്നുണ്ട്. ഇവിടെ വന്നിരിക്കുന്നത് നൈറ്റ് ഓഫ് കപ്സ് ആണ്. അങ്ങനെ ഒരുപാട് സാമ്പത്തികമൊക്കെ നേടുമ്പോൾ നിങ്ങളിലേക്ക് എന്താണ്? സ്നേഹവും കൂടി വരും, അല്ലെ? എപ്പോഴും നമ്മൾ പറയാറുണ്ടല്ലോ, രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. രണ്ടും കൂടെ? ഫിനാൻസും അത് ലവും രണ്ടും കൂടെ കണക്റ്റഡ് ആണ്. ഒന്ന് ഒറ്റയ്ക്ക് മാത്രമായിട്ട് എങ്ങും നിലനിൽക്കുന്നില്ല. മനസ്സിലായോ? അപ്പോൾ ഇത് സാമ്പത്തികമൊക്കെ നിങ്ങളിലേക്ക് വരുന്നു, അതനുസരിച്ച് നിങ്ങളിലേക്ക് മറ്റുള്ളവരുടെ സ്നേഹവും വരുന്നു. കാരണം നിങ്ങൾ ഹാർഡ് വർക്ക് ചെയ്ത് നേടിയതല്ലേ. അപ്പോൾ മറ്റുള്ളവരുടെ മുൻപിൽ നിങ്ങൾ ആളായി കഴിഞ്ഞിരിക്കുന്നു. അപ്പോൾ നിങ്ങളെ ആദരിക്കാൻ, സ്നേഹിക്കാൻ ഒരുപാട് പേർ ഉണ്ടാവുന്നു. നിങ്ങൾ സമൂഹത്തിൽ ഒരു നല്ല വ്യക്തിയായി തീരുമ്പോൾ, കുറച്ച് ഉയർച്ചയിലേക്ക് വരുമ്പോൾ ഒരുപാട് പേർ സ്നേഹം തരാനും നിങ്ങളുടെ സ്നേഹം അങ്ങോട്ട് വാങ്ങിക്കാനും ഒക്കെ
അടുത്തു വരുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത്. ഇവിടെ ദൂരെ നിന്നും ആരോ നിങ്ങളെ കാണാൻ വരുന്നതായിട്ടും സ്നേഹം തരാൻ വരുന്നതായിട്ടും ഇവിടെ കാണുന്നുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചിരുന്ന വ്യക്തികൾ അല്ലെങ്കിൽ നിങ്ങൾക്കൊരു മെസ്സേജ് വരാനോ അല്ലെങ്കിൽ ഒരു കോൾ വരാനോ ഉള്ള സാധ്യതയാണ് ഇവിടെ കാണുന്നത്. ഇവിടെ 4 ഓഫ് കപ്സിന്റെ എനർജിയാണ്. എന്താണ്? ആഗ്രഹിച്ചത് കിട്ടുന്നില്ല എന്നുള്ള നിരാശയിൽ കണ്ണീരൊലിപ്പിച്ച് കഴിയുന്നു, ഉണ്ടല്ലേ? കണ്ണീരൊഴുക്കി കഴിയുകയാണ് ഇവിടെ. എന്താണ്? ആഗ്രഹിച്ചത് കിട്ടുന്നില്ല. പക്ഷെ ഇവിടെ എന്താണ്? ശ്രദ്ധയില്ലാതെ ഇരുന്നിട്ടാണ്. അപ്പോൾ തീർച്ചയായിട്ടും ശ്രദ്ധിക്കാത്തത് നിമിത്തമാണ് ഈ വരാനുള്ളത് വന്നു ചേരാത്തത്. എന്തൊക്കെയോ ഉണ്ട്, പക്ഷെ അതൊന്നുമല്ല കാണുന്നത്. ഇനിയും വരണം. വരുന്നതിലൊരു എന്താണ്? ഒരു നിരാശ. അതല്ല, എനിക്കതല്ല വേണ്ടത്. ഓരോന്ന് വരുമ്പോഴും വിചാരിക്കുന്നത് എന്താ? എനിക്ക് ഇതല്ല വേണ്ടത്. എന്തെങ്കിലും ഒരു ജോലിയൊക്കെ ലഭിച്ചു കഴിഞ്ഞാൽ ആദ്യം വിചാരിക്കുന്നത് എനിക്ക് ഇതല്ല വേണ്ടത്, എനിക്ക് ഇതിലും വലിയ ജോലി വരാനുള്ളതാണ്, ഞാൻ അങ്ങനെയുള്ള വ്യക്തിയാണ്. ഏതെങ്കിലും മാരേജ് പ്രപ്പോസലൊക്കെ വരുമ്പോഴോ ആദ്യമൊക്കെ ഒരുപാട് പ്രപ്പോസലുകളൊക്കെ വരും. അപ്പോഴൊക്കെ എന്താണ്? അതില്ല ഇതില്ല എന്നൊക്കെ പറഞ്ഞ് കുറ്റം പറഞ്ഞ് ഓരോന്നും തള്ളിക്കളയും. അതുപോലെ തന്നെ ജോലി ലഭിച്ചു കഴിഞ്ഞാലോ ഇതല്ല വേണ്ടത്, മറ്റേതാണ് വേണ്ടതെന്ന് പറഞ്ഞ് അതിനെയും തള്ളിക്കളയും. പഠിക്കാൻ എന്തെങ്കിലും ഒരു കോഴ്സ് വന്നു കഴിഞ്ഞാൽ അതല്ല, എനിക്ക് വേറെ ഒന്നാണ് പഠിക്കേണ്ടത്. ഇതെല്ലാം നിങ്ങൾ സ്വയം എന്താണ്? ശ്രദ്ധയില്ലാതെ ബുദ്ധിയില്ലാതെ തള്ളിക്കളയുകയാണ് ചെയ്യുന്നത്. അങ്ങനെ വരുമ്പോൾ കുറച്ചുകൂടെ കഴിയുമ്പോൾ നിരാശയാവും ഫലം. മനസ്സിലായി? അങ്ങനെ നിരാശപ്പെട്ടിരിക്കാതെ കണ്ട് തന്നെയും എന്താണ്? നിങ്ങൾക്ക് വേണ്ടത് എന്താണോ അതിനെ ബുദ്ധിപരമായിട്ട് ചിന്തിച്ചുകൊണ്ട് സെലക്ട് ചെയ്യുകയാണ് വേണ്ടത്. ദൈവത്തെ കൂടുതലായിട്ട് വിശ്വാസമർപ്പിച്ച്, തന്നിൽ തന്നെ സ്വയം വിശ്വാസമർപ്പിച്ച് നിങ്ങൾക്ക് മുന്നോട്ട് പോകാവുന്നതാണ്. അപ്പോൾ തന്നെ നിങ്ങൾക്ക് മുന്നോട്ട് ഇനി എങ്ങനെ വരണം എന്നുള്ള കാര്യത്തിൽ ഒരു അറിവ് ലഭിക്കും. ആ അറിവിലൂടെ നിങ്ങൾ മുന്നോട്ട് പോയി കഴിഞ്ഞാൽ നിങ്ങൾ വിചാരിച്ചതിനും അപ്പുറത്തൊരു സക്സസ്സിലേക്ക് നിങ്ങൾക്ക് വരാൻ സാധിക്കും. പക്ഷെ അങ്ങനെ അത് കാണാതെ പോയാൽ വീണ്ടും നിരാശയിലേക്ക് പോവുകയാണ്. നിരാശയുടെ പടുകുഴിയിലേക്ക് നിങ്ങൾക്ക് വീഴാൻ സാധിക്കുന്നു. അതാണ് പറയുന്നത്. അങ്ങനെ ഒരു നിരാശയിലൊക്കെ വന്നു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും പിന്നീട് കുറച്ചു കാലം അത് അനുഭവിക്കേണ്ടതായിട്ട് വരും. എന്തെങ്കിലും ഒരു ദുഃഖം വന്നു, അല്ലെങ്കിൽ ഒരുപാട് വിഷമകരമായ അവസ്ഥ വന്നു, അല്ലെങ്കിൽ ഒരു അപകടമൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ പെട്ടെന്ന് പിറ്റേ ദിവസം തന്നെ അത് സോൾവായി കിട്ടത്തില്ല. കുറേ ദിവസം എടുക്കും അതൊന്ന് ശരിയായിട്ട് വരാൻ. അപ്പം അങ്ങനെ കുറെ കഴിയുമ്പോഴായിരിക്കാം നിങ്ങൾക്ക് നല്ല സൗഭാഗ്യം ലഭിക്കുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ 2 ഓഫ് വാൺസിന്റെ എനർജിയാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ വളരെയധികം പ്രതീക്ഷയോടുകൂടി നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ് പറയുന്നത്. ഇവിടെ 3 ഓഫ് വാൺസ് ഇതും അതുപോലെ തന്നെ പ്രതീക്ഷകളാണ്. എന്തോ അത്യാവശ്യകരമായ ഒരു കാര്യത്തിന് വേണ്ടി ഇവിടെ പ്രതീക്ഷിച്ചു. ഇവിടെ വേറെ ജോലിക്കാര്യത്തിന് പോകാൻ വേണ്ടി ആയിരിക്കണം 3 ഓഫ് വാൺസിന്റെ എനർജി. ജോലിക്കായിട്ട് ശ്രമിച്ചിട്ടുണ്ടാവാം. ഇവിടെ അതുപോലെ തന്നെ എന്തോ വരണം, വന്നു കഴിഞ്ഞാലേ എനിക്കിനി മുന്നോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. ഒന്നുകിൽ സാമ്പത്തികം വരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും ജോലി വരാൻ, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രതീക്ഷിക്കുന്ന വ്യക്തി വരാൻ വേണ്ടി, അല്ലെങ്കിൽ മറ്റൊരു സാഹചര്യം വരാനായിരിക്കാം. അങ്ങനെയൊക്കെ നിങ്ങൾ ഇവിടെ നോക്കി നിൽക്കുന്നു എന്നുള്ളതാണ്, ഒരുപാട് വെയിറ്റ് ചെയ്യുന്നു എന്നുള്ളതാണ് ഇവിടെ നമ്മൾ കാണുന്നത്. അപ്പോൾ ഇത് നിങ്ങളിലേക്ക് വന്നു ചേരും, ചേരാതിരിക്കില്ല എന്ന് നമുക്ക് നോക്കാം. ഇവിടെ കണ്ടില്ല, നിങ്ങൾ നോക്കിയിരിക്കുന്ന എനർജിയാണ്. കാരണം ഇവിടെ ആവശ്യമില്ലാത്തതെല്ലാം കളഞ്ഞു. ഇനി ആവശ്യമുള്ള ചില കാര്യങ്ങൾ വേണം, അതിനായിട്ട് പോവുകയാണ് ഇവിടെ ചെയ്യുന്നത്. ആവശ്യമുള്ളത് എന്താണ്? എല്ലാം കളഞ്ഞിട്ട് ഭൗതികതയിലേക്ക് പോകുന്ന എനർജിയാണ്. ആത്മീയതയിലേക്ക് പോകുന്നു. ഭൗതികപരമായ ഒന്നും വേണ്ടെന്ന് വെച്ചിട്ട് ആത്മീയതയിലേക്ക് പോകുന്ന എനർജിയാണ് ഇവിടെ ഉള്ളത്. കാരണം ഈ ഭൗതികതയിൽ സമാധാനം ലഭിക്കുന്നില്ല. ഉണ്ടായിരുന്ന സ്നേഹബന്ധത്തിൽ ഒരു സമാധാനവും ലഭിച്ചില്ല. മറ്റു പലരോടുമുള്ള കൂട്ടുകെട്ടിൽ സമാധാനമില്ല. അല്ലെങ്കിൽ വീട്ടിലാണെങ്കിലോ സമാധാനമില്ല, സന്തോഷമില്ല. പക്ഷേ ഏറ്റവും കൂടുതൽ അനുഭവിക്കേണ്ടത് എന്താണ്? സമാധാനവും സന്തോഷവും. പക്ഷെ അതില്ല എന്നറിഞ്ഞപ്പോൾ ഇതിനെല്ലാം വിട്ടിട്ട് ആത്മീയപരമായ കാര്യങ്ങളിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ തീർച്ചയായിട്ടും അവിടെ ശാന്തതയും സമാധാനവും ലഭിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അങ്ങനെ തീരുമാനിച്ച് മുന്നോട്ട് പോകുന്നു. ആരൊക്കെയോ നിങ്ങളിൽ ആരെങ്കിലുമൊക്കെ അങ്ങനെ പോകുന്നുണ്ടായിരിക്കണം. അങ്ങനെ പോകുന്ന എനർജിയാണ് ഇവിടെ. അങ്ങനെ പോകുമ്പോൾ നിങ്ങൾക്ക് സക്സസ് ആണ് വരാൻ പോകുന്നത്. കണ്ടില്ലേ? ഇവിടെ ആവശ്യമില്ലാത്തതിനെ ഉപേക്ഷിച്ച് നിങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ നിങ്ങളിലേക്ക് ഒരു സക്സസ് വരുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഈ ഒരു സക്സസ് ആണ് നിങ്ങൾ ഇവിടെ ആഗ്രഹിച്ച ജീവിതത്തിലെ ഒരു വിജയം. ദീർഘകാലം കൊണ്ട്, കുറെ കാലം കൊണ്ട് നിങ്ങൾ ഒരു ലക്ഷ്യത്തിന് വേണ്ടി നിങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടായിരിക്കാം, അല്ലെങ്കിൽ പ്രയത്നിക്കുന്നുണ്ടായിരിക്കാം. അത് നിങ്ങളിലേക്ക്
തിരിച്ചു വരുന്നുണ്ട്. അത് നിങ്ങൾക്കത് നേടിയെടുക്കാൻ സാധിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. വിക്ടറി ആൻഡ് സക്സസ് ആണ് നിങ്ങളുടെ ജീവിതത്തിൽ വരാൻ പോകുന്നത് എന്നാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇത് കുറച്ചൊക്കെ നിങ്ങൾ ആത്മീയതയിലേക്ക് പോകുമ്പോഴാണ് നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഒരു അഭിവൃദ്ധി വരുന്നത് എന്ന് കാണുന്നുണ്ട്. ഇവിടെ കണ്ടില്ലേ 6 ഓഫ് വാൻഡ്സ് ആണ് വന്നിരിക്കുന്നത്. ഇവിടെ ഒരു നല്ലൊരു സക്സസ് ആണ് വന്നിരിക്കുന്നത്. 6 ആണ് നമ്പർ. ഇവിടെ 7 ആണ് നമ്പർ. കണ്ടില്ലേ ചാരിയറ്റ് വന്നിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ഈ ഒരു എനർജിയിൽ 6 ഓഫ് വാൻഡ്സിന്റെ എനർജിയിൽ നിങ്ങൾക്ക് ഇതുവരെ കിട്ടാത്ത ഒരു ആദരവ് ലഭിക്കുകയാണ്. നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെ അനുഭവിച്ചിട്ടില്ലാത്ത, അല്ലെങ്കിൽ ഇതുവരെ നിങ്ങൾക്ക് ലഭിച്ചിട്ടില്ലാത്ത ഒരു ആദരവ് ലഭിക്കുന്ന എനർജിയാണ് ഇവിടെ വന്നിരിക്കുന്നത്. നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ ഇത്തരത്തിലുള്ള അവാർഡുകൾ, റിവാർഡുകളൊക്കെ ലഭിക്കാനുള്ള ഒരു സാധ്യത വരുന്നു എന്നാണ് ഇവിടെ കാണുന്നത്. മനസ്സിലായോ? ഇവിടെ ബോട്ടം ഓഫ് ദി ഡെക്ക് എന്ന് പറയുമ്പോൾ പലരും ഇവിടെ 7 ഓഫ് പെന്റക്കിൾസിന്റെ എനർജിയാണ്. പലരും എന്തൊക്കെയോ വെയിറ്റ് ചെയ്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. ഈ വെയിറ്റിംഗ് എന്ന് പറയുമ്പോൾ വെയിറ്റിംഗ് ഇവിടെ നിങ്ങൾക്ക് സാധ്യമാകും. കാരണം നിങ്ങൾ തന്നെ സ്വയം പ്രയത്നിച്ചിട്ട് അത് നേടിയെടുക്കും എന്നുള്ളതാണ് ഇവിടെ കാണുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഇന്നത്തെ റീഡിംഗ്. ഈ റീഡിംഗ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അതുപോലെ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം. മനസ്സിലായോ? അപ്പോൾ തന്നെ നിങ്ങൾക്ക് നല്ല റീഡിംഗ് കിട്ടുകയും ചെയ്യും. അതുപോലെ തന്നെ നിങ്ങൾക്ക് പോസിറ്റീവ് എനർജി ടാപ്പ് ചെയ്യാനും സാധിക്കും. അതുപോലെ വീഡിയോ ലൈക്ക് ചെയ്ത് കമൻറ്റ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മടി വിചാരിക്കല്ലേ. അതുപോലെ ഹൈപ്പ് ചെയ്യാൻ പറ്റുന്നവർ അത് ചെയ്തേക്കണേ. അപ്പോൾ അടുത്തൊരു വീഡിയോയിലേക്ക് കാണുന്നത് വരേക്കും ബൈ.